ആദ്യ കളക്ഷൻ നമ്മുടെ അനോമി എന്ന് പറഞ്ഞ സിനിമയാണ്. ഭാവന അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് അനോമി എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. കേരളത്തിലെ സിനിമയ്ക്ക് 2,22,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് സിനിമയ്ക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് 29,00,000. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് 2,51,00,000. ഈ സിനിമയുടെ ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിൽ ഓൾമോസ്റ്റ് 50,00,000 കളക്ഷൻ ഇന്ത്യൻ്റെ വെളിയിൽ. പിന്നെ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് 10 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 3,01,00,000. 10 ദിവസം കൊണ്ട് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1,40,00,000. വളരെ മോശമായ ഒരു പെർഫോമൻസ് തന്നെയാണ് ഭാവനയുടെ അനോമി എന്ന സിനിമ കാഴ്ചവെക്കുന്ന സയൻസ് ഫൈ സിനിമ. മറ്റൊരു സിനിമയാണ് ആശകൾ 1000 എന്ന് പറഞ്ഞ ജയറാമേട്ടൻ സിനിമ. ഒരു കംബാക്ക് തന്നെയാണ് ജയറാമേട്ടൻ്റെ ആശകൾ 1000 എന്ന് പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ. കേരളത്തിൽ നിന്ന് മാത്രം 5,46,00,000 10 ദിവസം കൊണ്ട്. കർണാടകയിലെ സിനിമയ്ക്ക് 39,00,000, തമിഴ്നാട്ടിൽ 23,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സിനിമയ്ക്ക് 12,00,000, ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് 6,20,00,000. പിന്നെ സിനിമേൻ്റെ ഇന്ത്യൻ്റെ വെളിയിൽ ഓവർസീസ് 1,60,00,000. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 7,80,00,000. ഇനി സിനിമേൻ്റെ ബഡ്ജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് 9-10 കോടിയുടെ അടുത്ത് വരുന്നുണ്ട് സിനിമേൻ്റെ എസ്റ്റിമേറ്റ് ആയ ബഡ്ജറ്റ്. പിന്നെ അത് മാത്രമല്ല, നിലവിലെ സിനിമയ്ക്ക് ഇതുവരെ കേരളത്തിലെ ഷെയർ നോക്കുകയാണെങ്കിൽ 2,65,00,000. വേൾഡ് വൈഡ് ഷെയർ 3,70,00,000. എന്തായാലും ബഡ്ജറ്റ് എന്തായാലും സിനിമ ഓൾമോസ്റ്റ് ഫൈനൽ റണ്ണിങ് ആകുമ്പോൾ 50-50 ചാൻസ് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്ന് മാത്രം റിക്കവർ ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് തിയേറ്ററിക്കൽ ഫ്ലോപ്പ് ആവാനുള്ള ഹൈ ചാൻസ് കാണുന്നുണ്ട് ആശകൾ 1000 എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ സിനിമ സാറ്റലൈറ്റ് അതുപോലെ തന്നെ OTT ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ്, നോൺ തിയേറ്റർ റൈറ്റ്സ് ഉൾപ്പെടെ ആയിട്ട് സിനിമയ്ക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചാൻസ് കാണുന്നുണ്ട് നിർമ്മാതാവിന് ആശകൾ 1000 എന്ന് പറഞ്ഞ സിനിമയിലൂടെ. മറ്റൊരു സിനിമയാണ് തമിഴ് സിനിമയായ വിത്ത് ലവ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞ 9 ദിവസത്തെ വേൾഡ് വൈഡ്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 16,35,00,000. തെലുങ്കിലെ സിനിമയ്ക്ക് 2,66,00,000. കർണാടകയിൽ 1,20,00,000. കേരളത്തിലെ സിനിമയ്ക്ക് 25,10,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സിനിമയ്ക്ക് 15,00,000. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് 20,61,00,000. സിനിമയുടെ ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ 3,15,00,000 കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് സിനിമയ്ക്ക് 9 ദിവസം കൊണ്ട് 23,76,00,000. സൂപ്പർ ബയോ റണ്ണിങ് തന്നെയാണ് ഒരു കുഞ്ഞ് ബഡ്ജറ്റിൽ വന്ന തമിഴ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് വിത്ത് ലവ് എന്ന് പറഞ്ഞ പ്രണയ സിനിമയ്ക്ക്. മറ്റൊരു സിനിമയാണ് നമ്മുടെ പ്രകമ്പനം എന്ന് പറഞ്ഞ മലയാള സിനിമ. പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് 17 ദിവസമായിരിക്കാണ് പടം റിലീസിന് വന്നിട്ട്. സിനിമയ്ക്ക് 17 ദിവസം കൊണ്ട് കേരളത്തിൽ 12,05,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് സിനിമയ്ക്ക് 1,01,00,000. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം 13,06,00,000 കരസ്ഥമാക്കിയത്. ഇനി സിനിമയുടെ ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ. ഓൾമോസ്റ്റ് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം 5,44,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 17 ദിവസം കൊണ്ട് 18,50,00,000. ഒരു എക്സലന്റ് ആയ തിയേറ്റർ റണ്ണിങ്ങും നല്ല ട്രെൻഡിങ്ങുമായ ഒരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് മൂന്നാമത്തെ ആഴ്ചയിലോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും രണ്ടാമത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാള സിനിമ തന്നെയാണ് ഈ വർഷത്തെ നമ്മുടെ പ്രകമ്പനം എന്ന സിനിമയിലൂടെ നടക്കാൻ പോകുന്നത്. എന്തായാലും ഒരു തിയേറ്ററിക്കൽ ഹിറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഉടൻ തന്നെ സിനിമേൻ്റെ OTT റിലീസ് അപ്ഡേറ്റും പുറത്തു വരുന്നതായിരിക്കും ഫെബ്രുവരി മാസം ലാസ്റ്റോടെ. എന്തായാലും സിനിമേൻ്റെ OTT റിലീസ് അപ്ഡേറ്റ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രകമ്പനം സിനിമേൻ്റെ OTT അപ്ഡേറ്റ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും കളക്ഷൻ അപ്ഡേറ്റിനും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ടു ചാനൽ.